ഈശോയിൽ സ്നേഹം നിറഞ്ഞ എൻ്റെ സഹോദരി സഹോദരന്മാരെ, പുതിയൊരു ദിവസത്തിനായിട്ട് ദൈവത്തിന് നമുക്ക് നന്ദി പറയാം. നല്ല കാലാവസ്ഥ നൽകി നമ്മളെ അനുഗ്രഹിക്കുന്ന കർത്താവിന് എപ്പോഴും മഹത്വമുണ്ടായിരിക്കട്ടെ. ഇന്ന് നമ്മൾ ശ്രവിക്കുന്ന തിരുവചന ഭാഗം യൂതിത്തിൻ്റെ പുസ്തകം 9-ാം അധ്യായം 11-ാം തിരുവചനം. അവിടുത്തെ ശക്തി സംഖ്യയെയോ അവിടുത്തെ പ്രതാപം ശക്തന്മാരെയോ ആശ്രയിക്കുന്നില്ല. അവിടുന്ന് എളിയവരുടെ ദൈവവും മർദ്ദിതരുടെ സഹായകനുമാണ്. അവശരെ താങ്ങുന്നവനും നിരാധരരെ പരിപാലിക്കുന്നവനും ആശയറ്റവരെ രക്ഷിക്കുന്നവനുമാണ്. വളരെ വ്യക്തമായിട്ട് സുവിശേഷത്തിലൂടെ ദൈവം ആരാണ് എന്ന് നമുക്ക് മനസ്സിലാക്കി തരുന്ന ഒരു തിരുവചന ഭാഗമാണിത്. ദൈവം എണ്ണത്തെയോ ശക്തന്മാരെയോ പ്രതാപത്തെയോ ആശ്രയിക്കുന്നില്ല. ദൈവത്തിനൊരു കാര്യം ചെയ്യണമെങ്കിൽ ആ ദൈവമായ കർത്താവ് ഒറ്റയ്ക്ക് തന്നെയാണ് ചെയ്യുന്നത്. അതിലാരെയും ആശ്രയിക്കുന്നത് ഇല്ല. അവിടുന്ന് ഹമ്പിളായിട്ടുള്ള എളിയവരായിട്ടുള്ളവർ അവരുടെ ദൈവം എന്ന് പറഞ്ഞാൽ ഓരോ വ്യക്തിക്കും സഹനങ്ങൾ കൂടുമ്പോഴാണ് ദൈവത്തിലേക്കുള്ള ആശ്രയം കൂടുന്നത്. നമുക്കെല്ലാവിധ സുഖസൗകര്യങ്ങളും ഉള്ളപ്പോൾ നമ്മൾ പ്രാർത്ഥിക്കുവാനോ ദൈവത്തിങ്കിലേക്ക് നോക്കുവാനോ ആരും മെനക്കെടാറില്ല. എന്നാൽ സഹനങ്ങൾ വരുമ്പോൾ നമ്മൾ നമ്മളെ തന്നെ ചെറുതാക്കിക്കൊണ്ട് ദൈവത്തിൻ്റെ സന്നിധിയിലേക്ക് തിരിയുന്ന കാഴ്ച നമ്മൾ നിരന്തരം കാണാറുണ്ട്. അവിടുന്ന് എളിയവരായവരുടെ ദൈവവും മർദ്ദനങ്ങളേൽക്കുന്നവരുടെ സഹായകനുമാണ്. ഈശോയെ പ്രതി, ദൈവത്തെ പ്രതി ധാരാളം മർദ്ദനങ്ങൾ ഏറ്റാണ് സഭ വളർന്നത്. അവരെ താങ്ങി നിർത്തുന്നതും അവൻ തന്നെയാണ്. ആശയറ്റവരെ രക്ഷിക്കുന്നവനും ആ ദൈവമാണ്. ഒറ്റ വാക്കിൽ പറഞ്ഞാൽ, ഈ ലോകത്തിലെ വേദനിക്കുന്ന ഏതൊരു വ്യക്തിയുടെയും ശരണകേന്ദ്രം, ആശ്രയം ദൈവമാണ്. അവന് എന്തും ആ ദൈവത്തിൽ നിന്ന് ലഭിക്കും എന്നാണ് വചനം നമ്മളോട് പറയുന്നത്. പ്രിയ സഹോദരങ്ങളെ, ഈ ദൈവവചനം നിങ്ങൾക്ക് ദൈവത്തെ കാണുന്നതിലുള്ള കാഴ്ചപ്പാട് മാറ്റുവാൻ ദൈവം സഹായിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. എല്ലാവിധ ദൈവാനുഗ്രഹങ്ങളും നിങ്ങൾക്കുണ്ടാകട്ടെ. ക്രിസ്തുവിൻ്റെ സമാധാനം നിങ്ങളുടെ കൂടെ ഉണ്ടായിരിക്കട്ടെ. ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ.